അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഇതിനായിട്ട് 10 ചെറിയ ഉള്ളി എടുക്കാം, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി അല്ലികൾ, ഒരു 3 ടേബിൾ സ്പൂൺ പച്ച കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. അധികം മുറ്റാത്ത പച്ച കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എടുത്തിട്ടുള്ള കുരുമുളക് അധികം മുറ്റാത്ത കുരുമുളക് ആയതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇത് അധികം ഒന്നും എരിവുണ്ടാവില്ല, അത്യാവശ്യമുള്ള എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എരിവുള്ള നല്ല മുറ്റിയ പച്ച കുരുമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുക. പച്ച കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത കുരുമുളകിലും ചെയ്തിട്ടെടുക്കാം. പച്ചക്കുരുമുളകിൽ ചെയ്തിട്ടെടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം ഇടികല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്യുക. ഞാനിപ്പോൾ ഇതെല്ലാം ഇടികല്ലിൽ വെച്ചിട്ടാണ് ചതച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാം ഇടികല്ലിൽ വെച്ച് ചതച്ചെടുത്തിട്ടുള്ളത്. ഇതിവിടെ ഇരിക്കട്ടെ. ഒരു ബൗളില് നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയിട്ട് ഒന്ന് നമുക്ക് കുതിർത്തെടുക്കണം. പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ചൂട് മാറുമ്പോൾ പുളി അങ്ങ് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഈ പുളി കുതിർന്നതിന് ശേഷം നല്ലതുപോലെ പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ചതയ്ക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉലുവ കൂടി പോവരുത്, എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് 2-3 വറ്റൽ മുളക് മുറിച്ചതും ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി മുളകെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചത് എല്ലാം ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വയന്ന് കിട്ടും. ഇനിയിപ്പോൾ ഇത് വയന്ന് കിട്ടുന്നതിന് ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ലാസ്റ്റിൽ വേണമെന്നുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് വയന്ന് വരണം. ഇതിൽ നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, പച്ചക്കുരുമുളകിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല, കുരുമുളകിൽ തന്നെ നല്ല എരിവുണ്ട്. അതുകൊണ്ട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയൊക്കെ ലാസ്റ്റിൽ നോക്കിയിട്ട് കായപ്പൊടി കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒരു 30 സെക്കൻഡ് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. 30 സെക്കൻഡ് ആയപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ചെറിയ തക്കാളിയാണ്. തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വയന്ന് വരണം. തക്കാളി ഒന്ന് വെന്ത് വയന്ന് വരണം. വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി തക്കാളി വയന്ന് വന്നോന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വാടി വയന്ന് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നുണ്ടെങ്കിൽ മുഴുവനെ കിടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചൂട് മാറി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഞാനിപ്പോൾ അത് നല്ലോണം കൈവച്ച് ഞെരടിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള 2ഉം കൂടിയുള്ള വെള്ളമാണ് പുളിവെള്ളം അങ്ങോട്ട് ചേർത്ത് 1 മിനിറ്റ് ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പുളി പിഴിഞ്ഞെടുത്തപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളത്തിലാണ് പുളി പിഴിഞ്ഞ് അരിച്ച് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ 1/2 കപ്പ് സാധാരണ പച്ചവെള്ളത്തിൽ പിഴിഞ്ഞ് എടുത്തിട്ടുള്ള 1/2 കപ്പ് വെള്ളവും കൂടി ഇതിൽ ഉണ്ട്. അപ്പോൾ അത് 1/2 കപ്പ് പുളി വെള്ളവും 3 കപ്പ് സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്തല്ലേ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുള്ളത്. വീണ്ടും ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കാം.
ആ പുളിയും ചെറിയൊരു എരിവും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷനിലാണ്, വേണോ നിർബന്ധമൊന്നുമില്ല. ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാരയോ ചേർക്കാവുന്നതാണ്. ശർക്കര വേണോ നിർബന്ധമൊന്നുമില്ല. ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, അപ്പോൾ അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഒരു 2 കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് സിമ്പിൾ അല്ലേ, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കായപ്പൊടി നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. സൂപ്പറാണ്. എരിവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റാണ്. ഇനി ഒന്ന് തിളച്ച് ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായി വരണം. മൂടി വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ രസം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. തുറന്ന് നോക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കുരുമുളക് ഇട്ട രസം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കുരുമുളക് കിട്ടുന്ന സമയമാണ്. മിക്ക സൂപ്പർ മാർക്കറ്റിലൊക്കെ പച്ചക്കുരുമുളക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും പച്ചക്കുരുമുളക് വെച്ചിട്ട് ഈ ഒരു രസം തയ്യാറാക്കി നോക്കുക. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. പുട്ടും രസമൊക്കെ കഴിക്കാൻ, രസവും കൂട്ടി പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പച്ചക്കുരുമുളക് വെച്ചിട്ടുള്ള രസം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്